ബാലഭാസ്കറിനെ പക്ഷേ സംഗീത ലോകം ഗൗരവമായി കണ്ടു തുടങ്ങി. ജീവിതത്തെ അല്പം ചപലമായിട്ടാണ് ബാലഭാസ്കർ വീക്ഷിച്ചതെന്ന് ബാലഭാസ്കറിന് തോന്നിയെങ്കിൽ പോലും ഒരുപക്ഷെ വീട്ടുകാർ പോലും അമ്മ പോലും മകൻ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സോണിലാണ് പ്രവേശിച്ചതെന്ന് അവർക്ക് തോന്നിയെങ്കിൽ പോലും റെക്കലെസ് ആയാണ് ലൈഫിനെ കാണുന്നതെന്ന് പലരും ഉപദേശിച്ചെങ്കിൽ പോലും ബാലഭാസ്കർ സംഗീതത്തിൽ ഒന്ന് പിടിമുറുക്കി. ആദ്യമായി വേറെ ഉള്ളവർക്ക് വേണ്ടി എഴുതിയതാണോ എനിക്ക് സംശയം? ഞാനല്ല എഴുതിയത്, അതുകൊണ്ട് കുഴപ്പമില്ല. എഴുതിയ ആൾക്കാരോട് ചോദിക്കേണ്ടതാണ് ഇത് ചോദ്യങ്ങളൊക്കെ. ഇത് ഞാൻ നിനക്കായി ആദ്യമായൊക്കെ ബാലഭാസ്കർ എഴുതിയെന്ന് പറയുമ്പോൾ ബാലഭാസ്കറിന്റെ കമ്പോസിഷൻ ആണല്ലോ ഞാൻ പറയുന്നത്. അതെ അതെ അതെ, അത് ഇൻവെർട്ടർ കോമല്ലേ, മനസ്സിലെഴുതുക എന്നുള്ളതാണല്ലോ. ഇല്ല, ഞാൻ ഇതൊക്കെ കല്യാണത്തിന് മുമ്പുള്ള പാട്ടുകളാണ് ഇതൊക്കെ. പിന്നെ ഇതൊക്കെ വലിയ ഹിറ്റായി. നിനക്കായി ആദ്യമായി ഇതൊക്കെ ഈസ്റ്റ് കോസ്റ്റിന്റെ വിജയൻ ചേട്ടൻ എഴുതിയ വരികളാണ്. അതെ, ഈസ്റ്റ് കോസ്റ്റ് വിജയനുമായിട്ടൊരു അസോസിയേഷൻ. ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരു ഇഷ്ടം എന്നുള്ളൊരു പാട്ട്, അത് ജേട്ടനാ പാടിയത്. വലിയ വലിയ ആൾക്കാരെ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ബാലഭാസ്കർ ആദ്യം പാടിച്ചു തുടങ്ങിയത്. അത് ദാസേട്ടൻ വന്നു, സ്വാഭാവികമായിട്ട് നമ്മുടെ ഭാവഗായകൻ ജയേട്ടൻ വന്നു. അതായത് താഴേലേക്ക് പോകുന്നതിന് മുമ്പ് മുകളിലുള്ള ആൾക്കാരെ ഒന്ന് കൈകാര്യം ചെയ്യും കണ്ടിട്ടാ വന്നത്. അവർക്കൊരു പക്ഷേ ബാലഭാസ്കർ എന്നുള്ള ഒരു ചെറുപ്പക്കാരനോടൊരു കൗതുകം തോന്നിയിട്ടുണ്ടാകും, ഒരു ഓമർത്ത് തോന്നിയിട്ടുണ്ടാവും അല്ലേ? ഈ ദാസറിന്റെ കൂടെ അനുഭവം ഭയങ്കര രസമുള്ള അനുഭവങ്ങളൊക്കെ അങ്ങനെ. ദാസർ ആദ്യം ഇങ്ങനെ നോക്കിയോ? ആദ്യം പ്രശ്നമായിരുന്നു. അദ്ദേഹം പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണാടി കടവ് എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്യുന്ന സമയത്തായിരുന്നു ഞാൻ അദ്ദേഹത്തിനെ പാടിക്കാനായിട്ട് പോയത്. പോകുന്ന സമയത്ത് ഇവിടുന്ന് എല്ലാവരും വരട്ടിയാണ് വിട്ടത്, ഭയങ്കരമായിട്ട് പേടിപ്പിച്ചു. സാർ സൂക്ഷിക്കണം, പുള്ളി ഭയങ്കര ഇമ്പൾസീവാണ്, കടിച്ചു കീറും എന്നുള്ള സ്റ്റൈലിലൊക്കെയാണ്. ഇപ്പൊ ഇങ്ങോട്ട് JB വരുന്ന സമയത്ത് പറഞ്ഞതുപോലെ. ആര് പറഞ്ഞു? അത് പരിപാടി പറയുന്നുണ്ട്. ഞാൻ എത്ര നല്ലൊരു ഇതിനാണെന്നുള്ള ബാലഭാസ്കറിന് അറിയില്ലേ? അറിഞ്ഞിട്ടില്ല, ഞാൻ ലാസ്റ്റ് പറയാം എന്താണ്. ആരെ പേടിപ്പിച്ചത് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ? ഇത് പറയാനാണ് പൊതുവെ താടിയുള്ള ആൾക്കാരെ മുഴുവൻ സൂക്ഷിക്കണം. വെറുതെ പറയണ. ദാസേട്ടൻ്റെ അടുത്ത് പോകുന്നു. ദാസ് സാറിൻ്റെ അടുത്ത് പോകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു ഗായകനെ കൊണ്ട് ട്രാക്ക് പാടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ കൊണ്ട് പാട്ടിടുന്നു. അപ്പോൾ അദ്ദേഹം ട്രാക്ക് കേട്ടിട്ട് ആദ്യം അങ്ങ് ദേഷ്യമില്ല, ഇറിറ്റേറ്റഡായി. എന്താ ഇത് പാടി വെച്ചിരിക്കുന്നത് എന്നുള്ള സ്റ്റൈലിൽ. അപ്പോൾ അദ്ദേഹത്തിന് ആ ഗായകന് താല്പര്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ പാടിയ രീതി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കണിഷ്ടൊക്കെ പിടിച്ച പാട്ടാണ്, കുറച്ച് സംഗതികളും ബഹളമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പേടിപ്പിക്കുന്ന ചോദ്യമാണ്. എന്നുവെച്ചാൽ വെറുതെ കണിഷ്ടാക്കി വെച്ചതാണോ അതോ അറിഞ്ഞിട്ട് ചെയ്തതാണോ അതാണ് ചോദ്യം. ഞാൻ നോക്കാം, എന്നാൽ നീ പാടുക കൺസോളിൽ. എൻ്റെ മുട്ടിടി. ഒന്നാമത് നമ്മൾ പാട്ട് പാടാറില്ല, അപ്പം അതിൻ്റെ കൂടെ ദാസാറിൻ്റെ ഫ്രണ്ട് ഒന്ന് പാടണ്ടേ. അപ്പം അങ്ങനെ അദ്ദേഹത്തിന് ചെറിയൊരു ടേപ്പ് റെക്കോർഡുണ്ട്, അത് ഓൺ ചെയ്ത് വെച്ചിട്ട് പാടാൻ പറഞ്ഞു, ട്രാക്ക് ഇട്ടിട്ട്. എന്തൊക്കെയോ ഭാഗ്യം കൊണ്ടങ്ങ് പാടി ശരിയായി. നീ എന്താ ചെയ്യണേ? ഞാൻ വയലിൻ വായിക്കും. അടുത്ത പഠിച്ചോ B ശശികുമാർ. അപ്പോൾ അവർക്ക് തമ്മിൽ പരിചയമുണ്ട്. നീ വയലിൻ വായിക്കുന്നുണ്ടോ നിനക്ക് പാടാൻ പറ്റുന്നത് കേട്ടോ. ഇനി മേലാൽ നീ നിൻ്റെ പാട്ടുകളൊന്നും ട്രാക്ക് സിംഗേഴ്സിനെ കൊണ്ട് പാടിക്കണ്ട, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. നീ ഒരു മൈക്ക് വെച്ച് നീ തന്നെ പാടണം. അപ്പോൾ അതെനിക്ക് മുഴുവനായിട്ട് ആ പാട്ടിലേക്ക് കൊടുക്കാൻ പറ്റും. അതൊരു ഗായകനിലേക്ക് മാത്രം വന്നാൽ മതി. അപ്പോൾ ജനറേഷൻ ലോസ് കുറയും. എന്നിട്ട് അദ്ദേഹം നേരെ കൺസോളിൽ കയറി ഓരോ വരിയും പാടുമ്പോൾ ഓരോ വരി നിർത്തി ചോദിക്കും, ഇത് പോരുമാ, ഇവിടെ പോരുമാ കണ്ണ. ഭയങ്കര കാര്യമാണ് കേട്ടോ. ഒരുപാട് സ്നേഹവും ഒരുപാട് വാത്സല്യവും. എന്ത് പ്രതീക്ഷിച്ച് പോയതിൽ നേരെ തിരിഞ്ഞ് ഇത് അതിനകത്തൊരു പാട്ടാണ്. ഈ പാട്ടല്ല അന്ന് പാടിയത്, ഇത് രണ്ടാമത് പാടിയ പാട്ട്. ഇത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പാട്ട്. ശരദിന്ദു നാളെന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, അതായത് കുറച്ചുകൂടെ ഒരു ടഫായിട്ടുള്ള ഈ പാട്ടൊക്കെ പക്ഷേ വളരെ പോപ്പുലറായി. പോപ്പുലർ എന്ന് പറയാൻ പറ്റില്ല, ആൾക്കാരെ കേട്ടു, എളുപ്പത്തിൽ പാടാനും അങ്ങനത്തെ ലിറിക്സുമാണ്, അങ്ങനത്തെ ട്യൂണുമാണ്, സിമ്പിൾ. മറ്റേതായിരുന്നു ശരിക്കും അദ്ദേഹം എന്നെ ചോദ്യം ചെയ്ത പാട്ട് അതായിരുന്നു. കുറേ കുനിപ്പുകളുണ്ടായിരുന്നു. അത്യാവശ്യം നൊട്ടേഷനൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ സ്വരം പറയാനൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ സ്വരമൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ കുറച്ചുകൂടി ഇംപ്രസ്ഡ് ആയി. പറയില്ലെന്നാണ് അദ്ദേഹം. പക്ഷേ ബാലഭാസ്കറിനെ അളന്നതായിരിക്കും. ആണ്, ഉറപ്പാണ്, 100%. അദ്ദേഹത്തിന് നൊട്ടേഷൻ അറിയാഞ്ഞിട്ടല്ല. നീ ഒന്ന് പറഞ്ഞേ, നമ്മൾ പറയാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പറഞ്ഞോ ഓക്കെ. അപ്പോൾ നമ്മൾ ഓക്കെ ഒരു മാർക്കിട്ടതാണ് കുറച്ച്.
രസമുള്ള അനുഭവം. അപ്പോൾ നമ്മൾ ആൽബത്തിലേക്ക് പോവാം. ആ തീർച്ചയായിട്ടും.